ഓൾ എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരോ ടോപ്പിക്കിലായിട്ട് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള SCRT പാഠപുസ്തകങ്ങളിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ഓരോരോ ടോപ്പിക്കുകളെയും ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ആഡ് ചെയ്തു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചിട്ട് അതേപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചിട്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ SCRT പുസ്തകത്തിനകത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നവോത്ഥാന നായകരും ഇവരെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് SCRTയെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ച് ഈ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മളിപ്പോൾ പറഞ്ഞു നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടല്ലേ, അതായത് സാമൂഹിക നവോത്ഥാനം. ഈ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ആവശ്യമായിട്ട് വന്നത്? പ്രധാനമായിട്ടും അന്ന് കാലഘട്ടത്തിലെ കേരളത്തിലെ ആ ഒരു സമൂഹത്തിൽ നവോത്ഥാനത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ നവോത്ഥാനം വരേണ്ട ആ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും അന്ന് നേരിട്ടിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അസമത്വമായിരുന്നു. അസമത്വം എന്ന് പറയുമ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രധാനമായിട്ടും ജാതീയമായിട്ടുള്ള അസമത്വം, അതേപോലെ തന്നെ അവരുടെ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു രീതി കൊണ്ടുള്ള അസമത്വം, ലിംഗപരമായിട്ടുള്ള വിവേചനം, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ട് അസമത്വം നേരിട്ടിരുന്ന പലതരത്തിലുള്ള സമൂഹങ്ങൾ അന്നത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അസമത്വവും അരികുവൽക്കരണവും കേരളത്തിലെ അന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രവാലൻ്റ് ആയിട്ട് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. സമ്പത്തിൻ്റെ പേരിൽ, വരുമാനത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ വിഭവങ്ങളുടെ പേരിൽ ഒക്കെ തന്നെ ഇവയൊക്കെ തന്നെയും തുല്യമല്ലാത്ത ഒരു വിതരണം അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ തന്നെയുള്ള ആളുകളുടെ അവസരങ്ങളെ ഈ ഒരു വിവേചനം നിഷേധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം എത്രയൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള ഭരണഘടന പ്രകാരം, നിയമപ്രകാരം ആരോഗ്യത്തിനും അതേപോലെ വിദ്യാഭ്യാസത്തിനും ഒക്കെ തന്നെയുള്ള നമ്മുടെ അവകാശം എന്ന് പറയുന്നത് ഒരുപോലെയാണ് അല്ലേ? പക്ഷെ അന്നത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് അതുപോലെ ആയിരുന്നില്ല. വളരെ വലിയ രീതിയിൽ അസമത്വം നിലനിൽക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ്? പ്രധാനമായിട്ടും പദവിയുടെ പേരിൽ, അവകാശങ്ങളുടെ പേരിൽ, അവസരങ്ങളുടെ പേരിൽ ഒക്കെ തന്നെയും തുല്യത ഇല്ലാത്ത ഒരു അവസ്ഥ അന്ന് നിലനിന്നിരുന്നു. ഇതുകൂടാതെ അരികുവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ. ഇപ്പം എന്താണ് ഈ അരികുവൽക്കരണം എന്ന് പറയുന്നത്? ജാതി, മതം, ലിംഗം ഇവയുടെയൊക്കെ പേരിൽ സമൂഹത്തിലുള്ള ചില ആളുകളെ മാത്രം അരികുവൽക്കരിക്കുക അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് അരികുവൽക്കരണം എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയും അന്നത്തെ കേരള സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജാതി വ്യവസ്ഥ വളരെ വലിയ രീതിയിൽ നിലനിന്നിരുന്ന സമൂഹമായിരുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്നത്. സാമൂഹികമായിട്ടുള്ള അസമത്വം അന്ന് നിലനിന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതുകൂടാതെ നാടുവാഴിത്തം, അതായത് ചെറിയ ചെറിയ ദേശങ്ങൾ അവിടെ നാടുവാഴികൾ ഭരിച്ചിരുന്നു. ഈ നാടുവാഴികളുടെ കീഴിൽ ജന്മികൾ ഉണ്ടായിരുന്നു. ആ ജന്മികളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേക സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ ജന്മിയുടെ ഉടമസ്ഥതയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ, ഈ പ്രദേശങ്ങളിലൊക്കെ കുടിയാന്മാർ ജീവിച്ചിരുന്നു. ഈ കുടിയാന്മാർ നിർബന്ധിതമായിട്ടും അവിടെ ജോലി ചെയ്യുകയും ഈ നാടുവാഴിക്കോ അല്ലെങ്കിൽ ജന്മിക്കോ കപ്പവും അതേപോലെ തന്നെ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ ഒരു വിഭവങ്ങളും നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ അന്ന് നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ അയിത്തം എന്ന് പറയുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. തൊട്ടുകൂടായ്മ, താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ ഉയർന്ന ജാതിയിലുള്ള ആളുകൾ, സവർണരായിട്ടുള്ള ആളുകൾ എന്താ പറയുക, സ്പർശിക്കുന്നത് അന്ന് വലിയൊരു പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന സോക്കോൾഡ് സവർണരായിട്ടുള്ള ആളുകൾ നടക്കുന്ന നടപ്പാതയിലൂടെ അവർണരായിട്ടുള്ള ആളുകൾക്ക് നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവരെ തൊടാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവർ നടക്കുകയാണെങ്കിൽ ആ വഴിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു. അങ്ങനെ വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെടുന്ന രൂപത്തിലായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതി ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൂടാതെ അന്ധവിശ്വാസങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിന് അന്ന് ഉണ്ടായിരുന്നത്.
ഇതുകൂടാതെ നമ്മൾ പറഞ്ഞു ജാതിപരമായിട്ടോ മതപരമായിട്ടോ മാത്രമല്ല ലിംഗപരമായിട്ടുള്ള ഒരു അരികുവൽക്കരണവും അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുക, ഇതുകൂടാതെ ബാലവിവാഹം പോലെയുള്ള അനാചാരങ്ങളൊക്കെ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കേരളത്തിൽ അന്ന് നിലനിന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണത്തിൻ്റെ ഒരാവശ്യം ഉണ്ട് അല്ലേ. ഇത്തരത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെയൊക്കെ തന്നെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മയെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അരികവൽക്കരണത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇവയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അന്ന് പല സാമൂഹിക പരിഷ്കർത്താക്കളും മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ തന്നെയും പല പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുകയും പലതരത്തിലുള്ള സംഘടനകൾ കേരളത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അന്ന് അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കാലഘട്ടത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ചുകൂടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമത്വ സുന്ദരമായിട്ടുള്ള കേരളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും അവർ സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്നത് അയ്യ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം 1836 എന്ന് പറയുന്ന വർഷത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. സമത്വ സമാജം എന്ന് പറയുന്നത് 1836 വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിക്കുന്ന ഒരു സംഘടനയാണ്. ഇദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു സംഭവമാണ് സമപന്തി ഭോജനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്താണ്, അന്ന് കാലഘട്ടത്തിൽ സവർണരായിട്ടുള്ള ആളുകൾ നടക്കുന്ന വഴികളിലൂടെ അവർണരായിട്ടുള്ള ആളുകൾക്ക് നടക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഒരുമിച്ചിരുന്ന് ഉണ്ണാനുള്ള സാഹചര്യം അന്ന് തീരെയും ഉണ്ടാവില്ല അല്ലേ. ആലോചിച്ചാൽ നമുക്കറിയാം. അത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സമപന്തി ഭോജനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക പ്രക്ഷോഭം അദ്ദേഹം അന്ന് നടത്തുകയാണ്. അപ്പൊ സമപന്തി ഭോജനം നടത്തിയത് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് അയ്യാ വൈകുണ്ഠ സ്വാമികളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പന്തി ഭോജനമാണെങ്കിൽ അത് തൈക്കാടയ്യാണ് കേട്ടോ. പന്തി ഭോജനം തൈക്കാടയ്യാണ്. സമപന്തി ഭോജനം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഇതുകൂടാതെ ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് കണ്ണാടി പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു പേര് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. കണ്ണാടി പ്രതിഷ്ഠ മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ ആയല്ലോ. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഈ അസമത്വങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തുകൊണ്ട് രചിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരുട്ട്, അതുപോലെ അരുൾനൂൽ എന്ന് പറയുന്ന 2 കൃതികൾ. ഓക്കെ, അപ്പൊ എന്താണ് അഖിലത്തിരുട്ട്, അമ്മാനെ എന്ന് പറയാറുണ്ട്. അതുകൂടാതെ അരുൾനൂൽ, ഇവ രണ്ടും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള പല അസമത്വങ്ങൾക്കെതിരെ, ഇതുകൂടാതെ മേൽമുണ്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒക്കെ തന്നെ അദ്ദേഹം അന്ന് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സവർണറായിട്ടുള്ള ആളുകൾ പൂജിക്കുന്ന ദൈവങ്ങളെ പൂജിക്കാനോ അല്ലെങ്കിൽ അത് ആ ഒരു അമ്പലത്തിന്റെ മുൻപിലൂടെയുള്ള നടപ്പാതകൾ ഉപയോഗിക്കാനോ ഒന്നും അവർണർക്ക് അവകാശം ഇല്ലാതിരുന്ന കാലഘട്ടമാണ് അന്ന് എന്ന് പറയുന്നത്. അപ്പോഴാണ് ആ ഒരു കാലഘട്ടത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുക അല്ലെ. അങ്ങനെ കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നടത്തുന്നത് ആരാണ്? ഈ അയ്യ വൈകുണ്ഠ സ്വാമിയാണ്. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അയ്യാ വഴി എന്ന് പറയുന്നൊരു രീതിയായിട്ട് അന്ന് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ എന്താണ് വിളിച്ചിരുന്നത്? അയ്യാ വഴി എന്നാണ് വിളിച്ചിരുന്നത്. ഇതുകൂടാതെ ജാതി വിവേചനമില്ലാത്ത സമത്വത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. വൈകുണ്ഠസ്വാമികൾക്ക് ശേഷം നമ്മുടെ പാഠപുസ്തകത്തിൽ വളരെ പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ സന്ദേശമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യർക്ക് എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്താവന കൂടി അദ്ദേഹം, ഒരു സന്ദേശം കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുകൂടാതെ അരുവിപ്പുറം പ്രതിഷ്ഠ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്.
1888 എന്ന് പറയുന്ന വർഷത്തിൽ അദ്ദേഹം ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്നുണ്ട്. ആ ഒരു പ്രതിഷ്ഠയെ പറയുന്ന പേരാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ട് വളരെ പ്രധാനപ്പെട്ട കുറേ അധികം കൃതികൾ നമുക്കുണ്ട് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ പുസ്തകത്തിനകത്ത് എടുത്തു കൊടുത്തിട്ടുള്ള കൃതികൾ നമുക്കിവിടെ പഠിച്ചു പോകാം. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കൃതികൾ. ഇതിൽ തന്നെ ആത്മോപദേശ ശതകം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കൃതി കൂടിയാണ്. അത് നോക്കി വെച്ചേക്കണേ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേയധികം പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് 1888 നടത്തിയിട്ടുള്ള അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സവർണരായിട്ടുള്ള ആളുകൾ പൂജിച്ചിരുന്ന ദൈവങ്ങളുടെ മേൽ അവകാശം സ്ഥാപിക്കാനോ ആ അമ്പലത്തിന്റെ മുന്നിലൂടെയുള്ള വഴികളിൽ കൂടെ നടക്കാൻ പോലും ആളുകൾക്ക് അവകാശമില്ലാത്ത കാലഘട്ടമായിരുന്നു അത്. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു ശിവപ്രതിഷ്ഠ 1888 നടത്തുന്നത്. ഓക്കെ, ഇതുകൂടാതെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന സന്ദേശം നൽകുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇതുകൂടാതെ പാശ്ചാത്യ വിദ്യാഭ്യാസം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, വ്യവസായം ഇവയൊക്കെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക നേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഇതുകൂടാതെ അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനത്തിനുമെതിരെയൊക്കെ വളരെയധികം ശബ്ദമുയർത്തുകയും പോരാടുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ പോലുള്ള ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇതുകൂടാതെ നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. SCERT പാഠപുസ്തകത്തിൽ ഇതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റുകൾ ഉണ്ടല്ലോ, അവ നമ്മുടെ പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്തതായിട്ടുള്ള നവോത്ഥാന സാമൂഹിക നേതാവാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ പ്രാചീന മലയാളം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേട്ടോ. പ്രാചീന മലയാളം ഒരു വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു സംഭവമാണ്. ഇതുകൂടാതെ അദ്ദേഹം ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും ഒക്കെ തന്നെ എതിർക്കുന്നുണ്ട്. ഇതുകൂടാതെ അഹിംസയെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാമൂഹിക നേതാവ് കൂടിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം ഇവയൊക്കെ ചട്ടമ്പി സ്വാമികളുടെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെയൊക്കെ വളരെയധികം എതിർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതുകൂടാതെ വേദ പഠനത്തിനുള്ള ബ്രാഹ്മണരുടെ കുത്തകയെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അന്ന് സവർണരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വേദം പഠിക്കാനുള്ള അവകാശമുള്ളൂ എന്ന് ഉള്ളൊരു സംഭവം നിലനിൽക്കുന്ന കാലഘട്ടമാണത്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഈ ഒരു ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വേദം കേൾക്കുന്ന കീഴ്ജാതിക്കാരനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളുടെ ചെവിയിൽ ഉരുക്കി ഒഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും ക്രൂരമായിട്ടുള്ള അനാചാരങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ചട്ടമ്പി സ്വാമികൾ ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു കുത്തകയെ ചോദ്യം ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സാമൂഹിക നേതാവാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അയ്യങ്കാളിയെ കുറിച്ച് പറയുന്ന സമയത്ത് സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ആരംഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. പുലയ സമുദായം എന്ന് പറയുന്ന അന്ന് അധകൃതരായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അദ്ദേഹം വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം, പുലയ ലഹള അല്ലെങ്കിൽ ഉരുട്ടമ്പലം ലഹള തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലഹളകൾ അന്ന് നടത്തുകയുണ്ടായി. അന്ന് അധകൃതരായിട്ടുള്ള ആളുകൾക്ക് നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു വഴിയിലൂടെ സവർണരായിട്ടുള്ള ആളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വില്ലുവണ്ടി എടുത്തുകൊണ്ട് ശുഭ്രമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, അന്ന് അതിനൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല അധകൃതരായിട്ടുള്ള ആളുകൾക്ക്, ഇവയൊക്കെ ധരിച്ചുകൊണ്ട് ഇദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി ഇവർക്ക് നടക്കാനുള്ള അവകാശം ഇല്ലാതിരുന്ന പാതയിലൂടെ വില്ലുവണ്ടി തെളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അതാണ് ഈ വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. അന്ന് സവർണരായിട്ടുള്ള ആളുകളൊക്കെ അതിനെ എതിർക്കാനായിട്ട് വരുന്നുണ്ട്. അയ്യങ്കാളി അന്ന് ഈ ഒരു അദ്ദേഹത്തിൻ്റെ കായിക ബലം കൊണ്ടും മനോധൈര്യം കൊണ്ടും ഈ ഒരു എതിർപ്പിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു സംഭവം നടത്തുകയുണ്ടായി. അതാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. അടുത്ത കാര്യമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. എന്താണ് കല്ലുമാല സമരം എന്നറിയോ? അന്ന് അധകൃതരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുലയ സ്ത്രീകൾക്ക് അവരുടെ ജാതിയുടെ അടയാളമായിട്ടുള്ള കല്ലുമാലകൾ ധരിക്കണം എന്നുള്ളൊരു അനാചാരം അന്ന് നിലനിന്നിരുന്നു.
സാധാരണ അല്ലെങ്കിൽ സവർണരായിട്ടുള്ള ആളുകൾ ധരിക്കുന്നത് പോലെയുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം അന്ന് പുലയ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ഈ കല്ലുമാല കാണുമ്പോഴത്തേക്ക് ഇവർ അധകൃതരാണ് എന്ന് മനസ്സിലാക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പാലിച്ചു പോന്നിരുന്ന ഒരു അനാചാരമായിരുന്നു ഈ കല്ലുമാലകൾ എന്ന് പറയുന്നത്. ഈ കല്ലുമാല ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പഞ്ചമി എന്ന പേരുള്ള ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് ശ്രമിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും സവർണ ജാതിയിലുള്ള ആളുകൾ അതിനെ എതിർക്കും അല്ലേ. സവർണരായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതോ അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് പഠിക്കുന്നതോ അന്ന് അവർക്ക് സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിർക്കുകയും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും അല്ലേ. അങ്ങനെ പഞ്ചമി എന്ന് പറയുന്ന ദളിത് പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി അന്ന് വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം അന്ന് ഊരൂട്ടമ്പലം എന്ന പേരുള്ള ഊരൂട്ടമ്പലം സ്കൂളിൽ പഞ്ചമിയെ ചേർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്ന് സവർണരായിട്ടുള്ള ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്കൂൾ തീയിട്ട് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ലഹളയ്ക്ക് ശേഷം ആദ്യമായിട്ടുള്ള ഒരു കർഷക സമരത്തെ അല്ലെങ്കിൽ സംഘടിതമായിട്ടുള്ള ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തെ അന്ന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന് അയ്യങ്കാളിയും സംഘവും അന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അന്നറിയാം, ഈ ജന്മികൾ ആഹാരം കഴിക്കുന്നത് അവരുടെ ലാൻഡുകളിൽ അവർണരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുടിയാന്മാർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഒരു ഫലം വാങ്ങിക്കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കുടിയാന്മാരെല്ലാം തന്നെ എന്ത് ചെയ്യാണ്, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം നിങ്ങളുടെ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും, അവിടെ ഞങ്ങൾ കൃഷി ചെയ്യുകയില്ല എന്ന് ആഹ്വാനം ചെയ്യുകയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം വളരെ പ്രക്ഷോഭങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രിവാലൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് നിലവിൽ വരികയൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടികളായിരുന്നു ഈ പറയുന്ന നവോത്ഥാന നായകരുടെ ഒക്കെ എഫേർട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നേതാവാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് മിശ്രഭോജനമാണ്. 1917 മെയ് 29 ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ് മിശ്രഭോജനം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യർക്ക് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതേസമയം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ 1917 അദ്ദേഹം സഹോദര സംഘം എന്ന പേരിൽ ഒരു സംഘടന കൂടി സ്ഥാപിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന പേരുള്ള ചാവറയച്ചനെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹം എല്ലാ പള്ളികളോടുമൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ചു. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആരംഭിക്കുന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ മതവും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ചാവറയച്ചൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കൃതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നലാഗമങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്, ചാവറയച്ചൻ്റെ കൃതികളാണ്. ചാവറയച്ചനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. മധ്യ കേരളത്തിൽ നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ CMS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു സംഘടനകൾക്കും അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങൾക്കും ആ ക്രിസ്തീയമായിട്ടുള്ള രീതിയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പ്രചോദനം നൽകുക എന്ന് പറയുന്ന ആ ഒരു പ്രക്ഷോഭത്തിലേക്കൊക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇനിഷ്യേറ്റീവിലേക്കൊക്കെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ചാവറയച്ചൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുകൂടാതെ അഗതികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയിട്ട് അഗതി മന്ദിരങ്ങൾ തുടങ്ങിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കാനോ, അന്ന് ചെറിയ പ്രായത്തിലെ ആളുകൾ ജോലിക്ക് പോകില്ലേ, ചെറിയ കുട്ടികളെ പോലും ജോലിക്ക് വിടുന്ന ഒരു സാമൂഹിക ചുറ്റുപാടാണെന്ന് ഉണ്ടായിരുന്നത്. അപ്പം ഇതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാവുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ അന്ന് പ്രോത്സാഹിപ്പിക്കാനും സാക്ഷരതയുടെ ആ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനും ചാവറയച്ചൻ്റെ ഈ പറയുന്ന പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവുകൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 1846 അദ്ദേഹം മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം കൂടി സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ടാണ്.
അന്ന് കാലഘട്ടത്തിൽ മുസ്ലിം നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന സ്ഥാപിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. സ്വദേശാഭിമാനി, ഈ സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൽ പിൽക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. അന്ന് കാലത്തെ തിരുവിതാംകൂറിലുള്ള ഭരണത്തിന്റെ അനാചാരങ്ങളെ കുറിച്ചിട്ട് വിമർശനപരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയതിനെ തുടർന്ന് അന്ന് തിരുവിതാംകൂറിലെ ദിവാൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്നുണ്ട്. അങ്ങനെ നാട് കടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയോട് അദ്ദേഹത്തിന്റെ പത്രം നിർത്തലാക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പത്രാധിപരെ നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പത്രം നിർത്തലാക്കേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറയാണ്, എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാമൂഹിക നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണ പിള്ള, അല്ലെങ്കിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. ഇതുകൂടാതെ അൽ ഇസ്ലാം എന്ന പേരിൽ അറബി മലയാളം മാസിക സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇസ്ലാമികമല്ലാത്ത ആചാരങ്ങളെ ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള നേതാവാണ്. ഇതുകൂടാതെ മുസ്ലിം സമുദായത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ PRDS എന്ന് പറയുന്നത്. 1909 പത്തനംതിട്ടയിലെ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടന ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഹിന്ദു മതത്തിലെ ജാതികളും ഉപജാതികളും അതിനകത്തുള്ള ഈ വിവേചനങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് വളരെയധികം മനസ്സ് മടുത്തിട്ടുള്ള ഇദ്ദേഹം ക്രിസ്തീയമായിട്ടുള്ള ആ ഒരു വിശ്വാസങ്ങളിലേക്ക് ആകൃഷ്ടനാവുകയും ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഒരു ക്രിസ്തു മതത്തിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, ഈ കൺവേർട്ടായിട്ട് പോകുന്ന അല്ലെങ്കിൽ അവർണരായിട്ടുള്ള ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയും അവർക്ക് ഈ പറയുന്ന അനാചാരങ്ങളും അല്ലെങ്കിൽ വിവേചനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹമായിട്ട് ആരംഭിക്കുന്ന മറ്റൊരു സംഘടനയാണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. ഇത് ആരംഭിക്കുന്നത് 1909 പത്തനംതിട്ട ജില്ലയിലുള്ള ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നുള്ളത് നോക്കി വെച്ചേക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്പൂതിരി സമുദായത്തിനകത്ത് നിലനിന്നിരുന്ന കുറേയധികം അനാചാരങ്ങളെ, ഉദാഹരണത്തിന് പുനർവിവാഹമില്ലാതിരിക്കുക, വിധവകളായിട്ടുള്ള ആളുകൾ, അത് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പ്രായമുള്ള നമ്പൂതിരിമാരെ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളായിരിക്കും. ഭർത്താവ് മരിച്ച ശേഷം ഇവരുടെ ജീവിതം അവസാനിച്ചതുപോലെ ഈ അന്തപുരത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ അധികം അനാചാരങ്ങളെ ചോദ്യം ചെയ്യുകയും നമ്പൂതിരി സമുദായത്തിനകത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. ഇദ്ദേഹം രചിച്ചിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. ഇതുകൂടാതെ കണ്ണീരും കിനാവും എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ പാർവതി നെന്മേനിമംഗലം, മാരിയ പള്ളം തുടങ്ങിയിട്ടുള്ള ഒരുപാട് നവോത്ഥാന നായികമാരും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടാതെ വിധവാ വിവാഹത്തെ അനുകൂലിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇതുകൂടാതെ വൃദ്ധന്മാർ ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിനെ എതിർത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് VT ഭട്ടതിരിപ്പാട്. ഇതുകൂടാതെ നമ്പൂതിരിമാർക്കിടയിൽ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, പലതരത്തിലുള്ള അനാചാരങ്ങളെ ചോദ്യം ചെയ്യുക, ഇവയൊക്കെ VT ഭട്ടതിരിപ്പാടിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തതായിട്ടുള്ള സാമൂഹിക നേതാവാണ് മന്നത്ത് പത്മനാഭൻ. 1914 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ സ്ഥാപിക്കുന്ന സംഘടനയാണ് NSS എന്ന് പറയുന്നത്. ഓക്കെ,
നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS എന്ന് പറയുന്നത്. ആദ്യകാലത്ത് 1914 സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു അതിന്റെ പേര്. പിന്നീട് 1915 അത് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായിട്ട് സവർണ ജാഥ നയിച്ചിട്ടുള്ള വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അപ്പോൾ നായർ സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അല്ലെങ്കിൽ പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് അരയ സമാജം എന്ന് പറയുന്നത്. അടുത്ത നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ട് കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഭിനവ കേരളം മാസിക, ആത്മവിദ്യാകാഹളം എന്ന പേരിലുള്ള പത്രിക, ഇവയൊക്കെ വാഗ്ഭടാനന്ദൻ്റെതായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക്, താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. യുക്തിചിന്തയും വിമർശന ബുദ്ധിയും വളർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ഇതുകൂടാതെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് കാർഷിക പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമൂഹിക പരിഷ്കർത്താക്കളും അവർ സ്ഥാപിച്ചിട്ടുള്ള കുറച്ച് സംഘടനകളും നമ്മൾ നോക്കിപ്പോയി അല്ലേ. ഇതുകൂടാതെ അന്ന് കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന അല്ലെങ്കിൽ അന്ന് ഉയർന്നു വന്നിട്ടുള്ള കുറച്ച് സാമൂഹിക പ്രക്ഷോഭങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് മേൽമുണ്ട് സമരം. നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രധാരണത്തിലുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണ്. അന്ന് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആ അവകാശത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടപ്പാത എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ്. പ്രധാനമായിട്ടും TK മാധവൻ, K കേളപ്പൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 1924 ഈ ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയും 1925 അതിന് ചുറ്റുമുള്ള വഴികൾ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ക്ഷേത്രപ്രവേശനം അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തുള്ള പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. K കേളപ്പൻ അദ്ദേഹമായിരുന്നു അന്ന് നിരാഹാര സമരം നടത്തിയിട്ടുള്ള വ്യക്തി. ഇതുകൂടാതെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്, AKG ആണ്. ഇങ്ങനെ ആ ഒരു സമരം നടത്തുകയും പിൽക്കാലത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദു മതസ്ഥർക്കും പ്രവേശിക്കാനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് എല്ലാ ആളുകൾക്കും, എല്ലാ ഹിന്ദു മതത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്കും പ്രവേശിക്കാനുള്ള, ജാതിഭേദമന്യേ പ്രവേശിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇത് നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചുപോയി. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത്. ഈ വിളംബരം നടത്തിയിട്ടുള്ള തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം 1936 നവംബർ 12 തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി ഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കുവാനുള്ള അവകാശം നൽകുകയുണ്ടായി. ഈ ഒരു സംഭവത്തെ ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കുകയും ഉണ്ടായി. ഓക്കെ, അടുത്തതായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് പാലിയം സത്യാഗ്രഹം. ഇതും സഞ്ചാര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. 1947-48 കാലഘട്ടത്തിൽ 47 പാലിയം റോഡിലൂടെ, പാലിയം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള റോഡിലൂടെ നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ് പാലിയം സത്യാഗ്രഹം. C കേശവന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സത്യാഗ്രഹം നടന്നത്. അന്ന് കാലഘട്ടത്തില് ജാതിഭേദം മാത്രമല്ല ലിംഗപരമായിട്ടുള്ള വിവേചനവും വളരെ വലിയ രീതിയിൽ നിലനിന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞൂലേ.
അപ്പോൾ ഈ ഒരു ലിംഗപരമായിട്ടും അതേപോലെ ജാതിപരമായിട്ടും മതപരമായിട്ടുമുള്ള സമത്വത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുക എന്നുള്ളത് കൂടാതെ മറ്റൊരു സമര രീതി കൂടിയുണ്ട്. എന്താണത്? അന്ന് ഈ സ്ത്രീകൾക്ക് നിഷേധിച്ചിരുന്ന വിദ്യാഭ്യാസം നേടി കാണിച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് ഒരു വലിയ സമരമുറ ആയിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബിരുദം നേടിയിട്ടുള്ള വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ് അല്ലെങ്കിൽ ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ലെജിസ്ലേറ്റീവ് അംഗമായിരുന്നു അവർ എന്ന് പറയുന്നത്. അന്ന് കേരളം രൂപീകരിച്ചിട്ടുള്ള, അതുകൊണ്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ലെജിസ്ലേറ്റീവ് അംഗമായിരുന്നു മേരി പുന്നൻ ലൂക്കോസ്. ഇതുകൂടാതെ കേരളത്തിലെ ആദ്യത്തെ സർജൻ ജനറലുമാര് തന്നെയായിരുന്നു ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു. ഓക്കെ, മറ്റു പരിഷ്കർത്താക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളവരെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. ആദ്യമായിട്ട് സയ്യിദ് സ്നാഹുള്ള മക്തിത്തങ്ങൾ, അദ്ദേഹം കുമാരനാശാൻ, സി കേശവൻ ഇവരൊക്കെ തന്നെയും അന്ന് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റ് വ്യക്തിത്വങ്ങളാണ്. ഇതുകൂടാതെ വനിതാ പരിഷ്കർത്താക്കള് പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, ഇതുകൂടാതെ ശാരദ അമ്മാൾ, KC നാരായണി അമ്മ, കാളിക്കുട്ടി ആശാത്തി ഇവരൊക്കെ അന്ന് ഈ പറയുന്ന സാമൂഹികപരമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള കുറേയധികം നേതാക്കളാണ്. ഇവരുടെയൊക്കെ പേരുകൾ നമ്മുടെ പുസ്തകത്തിനകത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാമൂഹിക പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ സ്ഥാപിക്കല് ഇവയൊക്കെ കൊണ്ട് എന്തൊക്കെ പരിണിത ഫലങ്ങളാണ് കേരളത്തിലെ സമൂഹത്തിൽ അന്നുണ്ടായിട്ടുള്ളത്, അത് നമുക്കൊന്ന് നോക്കണമല്ലോ. ആദ്യമായിട്ട് ജാതി വിലക്കുകളുടെ ഉച്ചാടനം. ജാതിപരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ജാതിപരമായിട്ടുള്ള വിലക്കുകൾ കുറേയധികം ഇല്ലാതാക്കാനായിട്ട് ഈ പ്രക്ഷോഭങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിപ്പെടുക എന്നുള്ളൊരു കാര്യം അന്ന് നടന്നു. കൂടാതെ പാശ്ചാത്യ വിദ്യാഭ്യാസം കുറേയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഇതുകൂടാതെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ വിദ്യാഭ്യാസം ഇവയൊക്കെ നടന്നു. സാമൂഹികപരമായിട്ടുള്ള നീതി ഉറപ്പാക്കൽ നടന്നു. അന്ധവിശ്വാസങ്ങളുടെ ഉന്മൂലനം, അന്ധവിശ്വാസമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെയും ഇല്ലാതാക്കാൻ അന്നത്തെ പ്രക്ഷോഭങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതുകൂടാതെ യുക്തിചിന്ത വളർത്തുക, വിമർശന ബുദ്ധി വളർത്തുക ഇവയൊക്കെ അന്ന് സാധിച്ചു. ഇതുകൂടാതെ പൊതു ഇടങ്ങൾ, പൊതുനിരത്തുകൾ ഇവയൊക്കെ തന്നെ ജാതി മതഭേദമന്യേ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സാമൂഹിക മുന്നേറ്റം കൂടി അന്ന് നടത്തുകയുണ്ടായി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സാമൂഹികപരമായിട്ടുള്ള കുറേയധികം പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും നേതാക്കളും എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നും നമ്മുടെ SCERT പാഠപുസ്തകങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും 5ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം, 7ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം, 8ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠം, ഇതുകൂടാതെ 12ാം ക്ലാസ്സിലെ 15ാമത്തെ ആ ഒരു പാഠം, ഇവയിലെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം കാര്യങ്ങളും എക്സ്ട്രാ ഫാക്റ്റുകളും ഞാനിവിടെ പറഞ്ഞുപോയി. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു SCERT പോർഷനുമായിട്ട്, മറ്റൊരു SCERT ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.